The Real FM 103.6. ശ്രദ്ധ. മേപ്പാടി GHSSലെ അധ്യാപകൻ സുഭാഷ് പൂനത്ത് ഈ കഴിഞ്ഞ ശനിയാഴ്ച തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാനായി ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നു. ഏതൊരാളെപ്പോലെയും ഇരിക്കാൻ സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം വണ്ടി കാത്തുനിൽക്കുന്നത്. പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി എത്തുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറാനായി ഓടിച്ചെന്ന അദ്ദേഹത്തിന് ഇരിക്കാൻ സീറ്റ് പോയിട്ട് കാലുകുത്താൻ ഇടമില്ലാത്ത അത്ര തിരക്ക്. വണ്ടി സ്റ്റേഷൻ വിടാനായപ്പോൾ ഗത്യന്തരമില്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റുന്നു. അദ്ദേഹത്തെ പോലെ നൂറുകണക്കിന് ആളുകളാണ് പല റിസർവേഷൻ കമ്പാർട്ട്മെന്റിലുമായി ആ വണ്ടിയിൽ കയറിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ തീവണ്ടി യാത്രാ ദുരിതം വർണ്ണനാതീതമാണ്. ജീവിതത്തിൽ എന്നെന്നും ഓർത്തുവെക്കാവുന്ന തന്റെ യാത്രയെക്കുറിച്ച് സുഭാഷ് പൂനത്ത് ശ്രദ്ധയോട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് ഒരു യാത്ര ചെയ്തു. KSRTC ബസ്സിലാണ് സഞ്ചരിച്ചത്. സാധാരണ 3 മണിക്കൂർ 3.25 മണിക്കൂർ കൊണ്ട് തൃശ്ശൂരിലെത്തുന്ന ഞാൻ എത്തിയത് 4.5 മണിക്കൂറിന് ശേഷമാണ്. തിരിച്ചു വരുമ്പോൾ ബസ്സിൽ വരുന്നതിന് പകരം ട്രെയിനിൽ വരാമെന്ന് കരുതിയാണ് നേത്രാവതി വരുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. ജനറൽ കമ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ഒരു മനുഷ്യന് പോലും കാലുകുത്താൻ പറ്റാത്ത അത്രയും തിരക്കാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വണ്ടി പുറപ്പെടാൻ നേരം ഞാൻ മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാർ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ആണ് ചാടിക്കേറിയത്. ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ചെയ്തതെങ്കിലും പിന്നീട് ഒരു റിസർവേഷൻ കമ്പാർട്ട്മെന്റ് പോലും നിൽക്കാൻ പോലും ഇടമില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് റിസർവ് ചെയ്ത ആൾക്കാരുടെ മാനസികാവസ്ഥ പോലും തെറ്റിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. അത്രമാത്രം അവരും ഇങ്ങോട്ട് കയറിയ ആൾക്കാരെ ശപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കുറെ കഴിഞ്ഞ സമയത്ത് പലരും TTRനോട് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കയറിയ ജനറൽ ടിക്കറ്റ് എടുത്ത മുഴുവൻ ആൾക്കാരെയും ഷൊർണൂരിൽ പോലീസ് വന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വന്നു. പിന്നീട് മറ്റൊരു ട്രാക്കിലുണ്ടായിരുന്ന കോഴിക്കോട്ടേക്ക് വരുന്ന ഒരു ട്രെയിനിലാണ് കയറിയത്. അതിന്റെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. അത് എല്ലാ കമ്പാർട്ട്മെന്റിലും കയറാൻ പറ്റുന്നതായിട്ട് പോലും തിങ്ങി ഞെരുങ്ങിക്കൊണ്ടാണ് ആൾക്കാർ യാത്ര ചെയ്തത്. ഒരു സാധാരണക്കാരന് ഒരു യാത്ര ചെയ്യാൻ എത്രമാത്രം ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് ഞാൻ അനുഭവിച്ചത്. റിസർവ് ചെയ്ത് സൗകര്യമായി പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പോലും ദുരിതമായി തീരുന്നുണ്ട് ഈ തിരക്കും പ്രശ്നങ്ങളും. ഒടുവിൽ 1000 രൂപയോ അതിൽ കൂടുതലോ ഫൈന് കൊടുക്കേണ്ടി വരൂ എന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അവിടെ ഇറങ്ങുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അത്രയും തുക ഫൈനായിട്ട് വാങ്ങിയാൽ തന്നെ ഒരു ബോഗി വാങ്ങാനുള്ള അത്രയും പൈസ കിട്ടുമായിരുന്നു റെയിൽവേക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സമയത്ത് വളരെ പരിമിതമായ രീതിയിലൊക്കെയാണ് യാത്രാ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളത്. യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്ക് വരെ ഈ പ്രശ്നം വഴിവെക്കുന്നുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത ദുരിതമാണ് തീവണ്ടി യാത്രക്കാർ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആഘോഷ അവധിവേളകളിൽ അത് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത്. യാത്രക്കാരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല. ഈ കാര്യത്തിൽ മുട്ടാത്ത വാതിലുകളില്ല. തീവണ്ടി യാത്രാ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് മലബാറിലുമാണ്. തൃശ്ശൂർ കോഴിക്കോട് പാസഞ്ചറും അതുപോലെ മറ്റു 2 പാസഞ്ചറുകൾ ക്യാൻസൽ ആക്കിയിട്ട് ഒരു കൊല്ലമായിട്ട് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്ത് പുതിയ ഉത്തര റെയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് യാത്രക്കാരെ കർശനമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ വേണ്ടി സർപ്ലസ് കോഡ് ചുമതല. ഈ ഓവർ ക്രൗഡ് മൂലം യാത്രക്കാർ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറാൻ നിർബന്ധിതരാകുക. അവരുടെ വാക്കുതർക്കത്തിന് വരെ ഒരു ജീവൻ പോലും ഒരു TTR പോയി കഴിഞ്ഞു. ഇത് യാത്രക്കാരെ മാത്രമല്ല റണ്ണിങ് സ്റ്റാഫിനെ കൂടി വളരെ അപകടത്തിൽ വിട്ടിരിക്കുക. ഓരോ ട്രെയിനിലും ദിവസങ്ങളും വനിതാ ടീച്ചർമാരെ കൈയേറ്റപ്പെടുകയും യാത്രക്കാർ പരസ്പരം പോരടിക്കുകയും മല്ലടിക്കുകയും സ്ത്രീ സുരക്ഷ ഏർപ്പെടുത്തുന്ന തീവണ്ടികളിലാണ്. നിത്യത്തൊഴിലിന് വന്നുകൊണ്ട് വരാതിരിക്കാൻ കഴിയില്ല, അത്യാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ കഴിയില്ല. ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ റെയിൽവേ കൈക്കൊണ്ടില്ലെങ്കിൽ ഇത് ദൂരഭാഗമായ പ്രശ്നങ്ങൾക്ക് ഇത് ഇടവരുത്തും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഇനി അവിടെ വരുന്ന നവവത്സര ക്രിസ്മസ് അവധിവേളയ്ക്ക് പൂജാവധികളൊക്കെ മുന്നൊരുക്കങ്ങൾ റെയിൽവേ നടത്തേ തീരുള്ളൂ. അതിനാണ് എല്ലാവരും അടിയന്തര നടപടിക്ക് യോജിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ടിക്കറ്റ് എടുത്ത യാത്രക്കാരന് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ തീവണ്ടി യാത്രയിൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത്. ഏറെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന യാത്രാമാർഗം
എന്ന് പറയുന്നത് ഇന്ന് തീവണ്ടി തന്നെയാണ്. പക്ഷെ ഈയിടെയായി ട്രെയിനിലും യാത്ര ചെയ്യുന്നത് വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള യാത്രക്കാരാണെങ്കിൽ പോലും അവർക്ക് ലഭിക്കാൻ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ള പരിഗണന പോലും നിഷേധിച്ചുകൊണ്ടാണ് കിട്ടുന്നത്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുന്നുവെങ്കിൽ ഇരിക്കാൻ സീറ്റ് കിട്ടും എന്ന് വിശ്വസിച്ച് പോകുന്ന പ്രായമുള്ള ആളുകളുണ്ടാകും. സൂചി കുത്താൻ പഴുതില്ലാത്ത ബോഗികളാണ് മിക്കവാറും എല്ലാ തീവണ്ടികളിലും ഉള്ളത്. നമ്മുടെ റെയിൽവേ പാലിക്കേണ്ട ചില മനുഷ്യാവകാശ സംരക്ഷണ തത്വങ്ങളുണ്ട്. അക്കാര്യത്തിൽ റെയിൽവേ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കുറ്റകരമായ വീഴ്ചയാണ്. യാത്രക്കാർക്ക് ശുദ്ധവായു ശ്വസിക്കാനും ഇരുന്ന് യാത്ര ചെയ്യാനും കഴിയുന്ന സൗകര്യങ്ങളിൽ ഇല്ല എങ്കിൽ ട്രെയിനിലെ ടിക്കറ്റ് കൊടുക്കാതിരിക്കുകയും മറ്റൊരു ട്രെയിൻ നിർദ്ദേശിക്കുകയും ചെയ്യാം. അതൊന്നും ചെയ്യാതെ മാക്സിമം യാത്രക്കാരെ തള്ളിക്കയറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്ക് ശുദ്ധമായി ശ്വസിക്കാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ട് പല ബോഗികളിലും ഉണ്ടാകുന്നുണ്ട്. തൂങ്ങിക്കിടക്കുന്ന യാത്രക്കാർ, അപകട മരണങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വയം ഏറ്റെടുക്കപ്പെടുന്ന വിപത്തുകളാണ് അതെല്ലാം. അത്തരം വിപത്തുകളെ ഒഴിവാക്കുകയും തികഞ്ഞ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ആവശ്യമായ കാഴ്ചപ്പാടുകളും കൂടി തന്നെ നമ്മുടെ റെയിൽവേയെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ ദുരിതത്തെക്കുറിച്ച് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി: കേരളത്തിലെ റെയിൽവേ യാത്ര വലിയ തോതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഡീഷണൽ കോച്ചുകൾ, ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരോട് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടു വരികയാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഓണത്തിന് തൊട്ടു മുമ്പ് നമ്മൾ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർമാരും ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഓണത്തിന്റെ പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കും, അതുമായി ബന്ധപ്പെട്ട കത്ത് നൽകാൻ ആവശ്യപ്പെടുകയും സർക്കാർ തന്നെ നേരിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 130-ലധികം ഓണം സ്പെഷ്യൽ സർവീസുകൾ ദക്ഷിണ റെയിൽവേ അനുവദിച്ചു എന്നാണ് ഇപ്പോൾ അവരെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വർഷം 190 അഡീഷണൽ കോച്ചുകൾ അനുവദിച്ചു എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റെയിൽവേ യാത്ര വലിയ ദുരിതമായി തുടരുകയാണ്. നമ്മൾ റിസർവ് ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ പോലും സാധാരണ യാത്രക്കാർക്ക് കയറേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയാണ്. ഇപ്പൊ ജനറൽ കോച്ചിൽ ടിക്കറ്റ് എടുത്താലും അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യേണ്ട അനിവാര്യത കൊണ്ട് റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ യാത്രക്കാർ കയറുന്ന രീതി കണ്ടുവരികയാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് കൃത്യസമയത്ത് എത്തണമെങ്കിൽ ട്രെയിനിനെ ആശ്രയിക്കേണ്ടതുണ്ട്. അപ്പൊ അവരവിടെ കയറേണ്ടത് നിർബന്ധിതരാകുകയാണ്. അപ്പൊ ഇതെല്ലാം വീണ്ടും റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 4 ദിവസം മുമ്പ് നമ്മൾ റെയിൽവേ വകുപ്പിനെ വീണ്ടും അറിയിച്ചിട്ടുണ്ട്. സോ റെയിൽവേ ജനറൽ മാനേജർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. 13/8 ആ കത്ത് നൽകിയത്. അതിൽ അവര് പുതിയ സ്പെഷ്യൽ ട്രെയിനുകൾ ഓണം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്ററാണ് എഴുതിയത്. പക്ഷേ ഓണം തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പ്രധാനമായും നാഷണൽ ഹൈവേയുടെ ജോലി നടക്കുന്നതുകൊണ്ട് കാസർഗോഡ് മുതൽ എറണാകുളമായാലും തിരുവനന്തപുരമായാലും ഒക്കെ വരുന്ന യാത്രക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഇത് വീണ്ടും റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ നിലവിൽ മിക്ക ട്രെയിനിനും 21 കോച്ചുകൾ വരെ ഉണ്ട്. ഒരു ട്രെയിനിൽ 21-ലധികം കോച്ചുകൾ ഘടിപ്പിക്കാൻ അത് അപകടത്തിന് കാരണമാവും. കാരണം റെയിൽവേ സ്റ്റേഷന്റെ വലുപ്പം കൂടി കണക്കിലെടുത്ത് 21 കോച്ചുകൾ വരെയാണ് ഇപ്പോൾ സാധാരണയായി വലിയ ട്രെയിനുകൾക്ക് ഉണ്ടാവുക. അപ്പൊ അത് മിക്ക ട്രെയിനുകളിലും 21 കോച്ചുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ട്രെയിനുകൾ ഇനി അനുവദിക്കണമെങ്കിൽ ട്രാക്കിന്റെ പ്രശ്നമുണ്ട്. നമ്മളെ ട്രാക്കിന് താങ്ങാവുന്ന അത്രയും ട്രെയിനുകൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വളവുകൾ നിവർത്തുന്ന ജോലി, ബാക്കിയുള്ള സ്ഥലങ്ങൾക്കുള്ള ഡബിളിംഗ്, ഓട്ടോമാറ്റിക് സ്ക്രീനിംഗ് സംവിധാനം, ഇതൊക്കെ വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. ഏതായാലും സാധാരണ എക്സ്പ്രസ് മെയിൽ കമ്പാർട്ട്മെന്റിൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കുന്നതിന് വീണ്ടും സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കത്തുകൾ എഴുതി കഴിഞ്ഞ് വീണ്ടും അവരെ നേരിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റേത് യാത്രയെക്കാളും ആസ്വദിച്ചു പോവാവുന്ന ഒന്നാണ് ട്രെയിൻ യാത്ര എന്നാണ് നാം പറയാറ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരിക്കൽ കയറേണ്ടി വന്നാൽ ആ യാത്ര എക്കാലത്തേക്കും ഓർത്തു വയ്ക്കാവുന്ന ഒന്നായി മാറും. ഇനി റിസർവ് ചെയ്ത് യാത്ര ചെയ്യാമെന്ന് കരുതിയാലും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇക്കാര്യത്തിൽ
ശാശ്വത പരിഹാരമുണ്ടായാലേ ജനങ്ങളുടെ ദുരിതത്തിന് ഒരു അവസാനമുണ്ടാവൂ. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.